വീട്ടിനകത്ത് ഇരിക്കാൻ വയ്യ, ഓഫീസിൽ ഇരിക്കാൻ വയ്യ, ഒന്ന് പുറത്ത് ഇറങ്ങി നടക്കാൻ വയ്യ. അത്രമാത്രം കഠിനമാണ് ചൂട്. വളരെയധികം മുൻകരുതലുകൾ ഈ ഒരു അവസരത്തിൽ നമ്മൾ എടുക്കേണ്ടതുണ്ട്. മുൻകാലങ്ങളിൽ ഉള്ള ചൂടിനെ അപേക്ഷിച്ച് വളരെ ശക്തമായ ചൂടാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത്. ഉച്ചയ്ക്ക് നമ്മൾ പുറത്തിറങ്ങി നടന്നാൽ താഴെ നിന്നും മുകളിൽ നിന്നും സൈഡിൽ നിന്നുമൊക്കെ ആവി പറക്കുന്നത് പോലെയാണ് ചൂട്, അല്ലേ? നമ്മുടെ ശരീരമൊക്കെ വല്ലാത്തൊരു പൊള്ളലാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. ഇനി നമ്മൾ ഒരു ടൂ വീലറിൽ പോവുകയാണെങ്കിൽ പോലും കാല് പൊള്ളുന്നതായി അനുഭവപ്പെടാറില്ലേ? ഉയർന്ന ചൂട്, സൂര്യാഘാതം, സൂര്യാതപം, നിർജ്ജലീകരണം, ഇങ്ങനെ പല വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. നിലവിൽ പാലക്കാട് 40 ഡിഗ്രിക്ക് മുകളിൽ ചൂട് അനുഭവപ്പെടുകയാണ്. ഉഷ്ണതരംഗ സാധ്യതാ മുന്നറിയിപ്പും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പാലക്കാട് നൽകിയിട്ടുണ്ട്. പാലക്കാട് മാത്രമല്ല, എല്ലായിടത്തും ഒട്ടുമിക്ക സ്ഥലങ്ങളിലും വല്ലാതെ ചൂട് കൂടുന്നുണ്ട്. എന്തായാലും സംസ്ഥാനം ഒന്നടങ്കം സ്വീകരിക്കേണ്ട ചില മുൻകരുതലുകളിലേക്കാണ് പോകുന്നത്. പകൽ 11 മുതൽ 3 വരെ ശരീരത്തിൽ തുടർച്ചയായി സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കുക. കിടപ്പ് രോഗികൾ, പ്രായമായവർ, ഗർഭിണികൾ, കുട്ടികൾ, ഭിന്നശേഷിക്കാർ, മറ്റു രോഗങ്ങൾ മൂലം അവശത അനുഭവിക്കുന്നവർ തുടങ്ങിയവർ കൂടുതൽ ശ്രദ്ധിക്കുക. ദാഹമില്ലെങ്കിലും വെള്ളം കുടിക്കുക. നിർജ്ജലീകരണം ഉണ്ടാക്കുന്ന മദ്യം, കാപ്പി, ചായ, കാർബണേറ്റഡ് സോഫ്റ്റ് ഡ്രിങ്കുകൾ ഇത് പകൽ സമയത്ത് ഒഴിവാക്കുക. അയഞ്ഞ് ഇളം നിറത്തിലുള്ള കോട്ടൺ വസ്ത്രങ്ങളാണ് ബെസ്റ്റ്. പുറത്തിറങ്ങുമ്പോൾ കുടയോ തൊപ്പിയോ സ്ട്രിക്റ്റ് ആയിട്ടും കൂടെ കരുതുക. പഴങ്ങളും പച്ചക്കറികളും ധാരാളം കഴിക്കുക. ORS ലായനി, സംഭാരം തുടങ്ങിയവ ഉപയോഗിക്കാം. അതുപോലെ തന്നെ യാത്ര ചെയ്യുന്നവർ ആവശ്യമായ വിശ്രമം ഉറപ്പാക്കുക. വെള്ളം കയ്യിൽ കരുതാൻ ശ്രദ്ധിക്കുക. നമ്മൾ പുറത്തുനിന്ന് വാങ്ങി കുടിക്കുന്നതിനേക്കാളും വെള്ളം കയ്യിൽ കരുതുക. നിർമ്മാണ തൊഴിലാളികൾ, കർഷക തൊഴിലാളികൾ, വഴിയോര കച്ചവടക്കാർ, കാഠിന്യമുള്ള ജോലികളിൽ ഏർപ്പെടുന്നവർ തുടങ്ങിയവർ കഴിയുന്നതും ജോലി സമയം ക്രമീകരിക്കുക. ആവശ്യമായ വിശ്രമം ഉറപ്പുവരുത്തുക. ഉച്ചവെയിലിൽ കന്നുകാലികളെ മേയാൻ വിടുന്നതും മറ്റു വളർത്തുമൃഗങ്ങളെ വെയിലത്ത് കെട്ടിയിടുന്നതും ഒഴിവാക്കുക. മൃഗങ്ങൾക്കും പക്ഷികൾക്കും ലഭ്യത ഉറപ്പാക്കുക. കുട്ടികളെ, വളർത്തുമൃഗങ്ങളെ പാർക്ക് ചെയ്ത വാഹനങ്ങളിൽ ഇരുത്തി പോകരുത്. അസ്വസ്ഥത അനുഭവപ്പെട്ടാൽ വിശ്രമിക്കുക. വൈദ്യ സഹായം തേടുകയും ചെയ്യുക. കടകളിൽ നിന്ന് വാങ്ങുന്ന തണ്ണിമത്തൻ കണ്ണുമടച്ച് ഉപയോഗിക്കരുത്. സുരക്ഷിതമാണോ എന്ന് പരിശോധിക്കുക. കാരണം ഈ അവസരങ്ങളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന തണ്ണിമത്തൻ ഒക്കെയാണ്. അപ്പോൾ അതൊക്കെ സുരക്ഷിതമായ ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങി കഴിക്കാൻ ശ്രദ്ധിക്കുക. വാഹനങ്ങളിൽ ശുദ്ധജല വിതരണത്തിനും ശ്രദ്ധ വേണം. പ്ലാസ്റ്റിക് ക്യാൻ ഉൾപ്പെടെയുള്ള വസ്തുക്കൾ കൊണ്ടുപോകുമ്പോൾ നേരിട്ടുള്ള സൂര്യപ്രകാശം ഏൽക്കാതെ നോക്കുക. ശുദ്ധജല വിതരണത്തിനായി ഉപയോഗിക്കുന്ന ടാങ്കുകൾ ഫുഡ് ഗ്രേഡ്, തുരുമ്പെടുക്കാത്ത വസ്തുക്കൾ ഉപയോഗിച്ച് നിർമ്മിച്ചതായിരിക്കണം. കൃത്യമായ ഇടവേളകളിൽ ക്ലോറിനേഷൻ ചെയ്യുക. അല്ലെങ്കിൽ അംഗീകൃത സാനിറ്റൈസറുകൾ ഉപയോഗിച്ച് ടാങ്കുകൾ വൃത്തിയാക്കിയാണ് വിമുക്തമാക്കുക. ടാങ്കറുകൾ മറ്റു വസ്തുക്കൾ കൊണ്ടുപോകാൻ ഉപയോഗിക്കരുത്. ശുദ്ധജലം ശ്രദ്ധ വേണം. ജില്ലയിൽ ഉയർന്ന താപനിലയാണ്. ഈ അവസരത്തിൽ ശുദ്ധജല ഏജൻസികൾക്കും പൊതുജനങ്ങൾക്കുമായി പ്രത്യേക സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാത്തവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നും ഭക്ഷ്യസുരക്ഷാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. തുറന്ന നിലയിൽ സൂര്യപ്രകാശത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന വെള്ളക്കുപ്പികൾ, ക്യാനുകൾ ഇത് ഒഴിവാക്കണം. വെള്ളത്തിന്റെ രുചി, മണം, നിറം എന്നിവയിൽ വ്യത്യാസം കാണുകയാണെങ്കിൽ ഉപയോഗം നിർത്തുക. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ചൂടുകാലമായാലും ഏതൊരു കാലാവസ്ഥയായാലും കുറേ ജാഗ്രതകൾ നമ്മൾ പാലിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പറയുന്ന മറ്റൊരു പ്രസ്താവന കേട്ടു. നമ്മൾ ലോക്ക്ഡൗൺ സമയത്തൊക്കെ സ്വീകരിച്ച ഒരു ജാഗ്രതയുണ്ടല്ലോ, പുറത്തിറങ്ങാതെ രോഗം വരാതെ നമ്മൾ ശ്രദ്ധിച്ച ഒരു ജാഗ്രതയുണ്ടല്ലോ. ആ ജാഗ്രത ഈ ഒരു കാലഘട്ടത്തിലും വേണം എന്നുള്ള ഒരു അറിയിപ്പ് വന്നിട്ടുണ്ട്. എന്തായാലും നമ്മുടെ ആരോഗ്യം നമ്മുടെ കയ്യിലാണ്. അത് സേഫായി സുരക്ഷിതമായി വെക്കേണ്ടതും നമ്മുടെ ആവശ്യമാണ്. അതുകൊണ്ട് സുരക്ഷിതരായിരിക്കുക, ജാഗ്രത പാലിക്കുക, കുട്ടികളെയും അതിനുവേണ്ടി ബോധവൽക്കരിക്കുക. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.